ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എറണാകുളം പാലക്കാട് മെമ്മൂലാണ് കേട്ടോ. ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ചാലക്കുടി വരെ ഞാൻ പോകുന്നത്. അപ്പോൾ ചാലക്കുടി വരെ എനിക്ക് വെറും 10 രൂപയാണ് ആയത്. 10 രൂപ. നേരെ തിരിച്ച് ബസ്സിലാണെങ്കിൽ എനിക്ക് KSRTC ബസ്സിലാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ചാലക്കുടി വരെ 66 രൂപ കൊടുക്കണം. 66 രൂപ. പിന്നെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് പാലക്കാട് വരെ വെറും 35 രൂപയ്ക്ക് പോയി വരാം. ബസ്സിനാണെങ്കിൽ മിനിമം ഒരു 170 രൂപയെങ്കിലും വേണം ബസ്സിനാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം, എറണാകുളം പാലക്കാട് മെമ്മൂൻ്റെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജംഗ്ഷനിലാണ്, എറണാകുളം പാലക്കാട് മെമ്മൂലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചാലക്കുടി വരെ പോവുകയാണ്. അപ്പോൾ ഈ എറണാകുളം പാലക്കാട് മെമ്മുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും പിന്നെ കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 2:45 കറക്റ്റ് ഇവിടെ നിന്ന് പുറപ്പെടും. ഇപ്പോൾ തിരക്കൊന്നുമില്ല, ഇപ്പോൾ ഇതാണ് ഉൾഭാഗം. അപ്പോൾ ഇപ്പോൾ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗണൊക്കെ എത്തുമ്പോൾ എന്തായാലും വണ്ടി ഫുള്ളാവും, സീറ്റൊക്കെ ഫുള്ളാവും. അപ്പോൾ വണ്ടി 2:45 പുറപ്പെടും. പിന്നെ ഇന്ന് ചാലക്കുടി വരെ ഞാൻ പോണത്. അപ്പോൾ 3:05 ഒരു പൂനെ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ സാധാരണ പൂനെ എക്സ്പ്രസ് ഓൺ ടൈം ആണെങ്കിൽ മെമ്മുവിനെ പിടിച്ചിട്ടിട്ട് പൂനെ എക്സ്പ്രസ്സിനെ കയറ്റി വിടും. പക്ഷേ ഇന്ന് 45 മിനിറ്റ് പൂനെ എക്സ്പ്രസ് ലേറ്റാണ്, അതുകൊണ്ട് നമ്മളെ വേഗം വിടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് 2:45 ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളം ടൗണാണ് കേട്ടോ. ഇനി എറണാകുളം ടൗൺ എത്തുമ്പോൾ ആൾക്കാർ കയറും, സീറ്റ് ഫുള്ളാവും. പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ ഞായറാഴ്ച കൊണ്ട് ട്രെയിനിൽ തിരക്കുണ്ടാവുമെന്നും അറിയില്ല. എന്തായാലും സീറ്റ് ഫുള്ളായിരിക്കും. ഇപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന വണ്ടി നമ്മുടെ അസർത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് കേട്ടോ. മറ്റേ ന്യൂഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ആ വണ്ടി ഇന്ന് ഓൺ ടൈമാണ്. ഓൺ ടൈം ഓടിക്കാൻ അറിയാം റെയിൽവേക്ക്, പിന്നെ ഓരോ കാരണം കൊണ്ടാണ് ഈ ട്രെയിൻ വൈകുന്നത്. നമ്മുടെ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ വണ്ടി നല്ല സ്പീഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കൂടെ പുറകിൽ പൂനെ എക്സ്പ്രസ്, പിന്നെ കേരള എക്സ്പ്രസ്, പിന്നെ SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, പിന്നെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, പിന്നെ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, പിന്നെ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ. ഇത്രയും വണ്ടിയാണ് നമ്മുടെ പുറകെ ഇനി വരാൻ പോണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ എറണാകുളം ടൗൺ സ്റ്റേഷൻ എത്തിയിരിക്കുക കേട്ടോ. എറണാകുളം ടൗൺ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാരുണ്ടാവും. ഇത് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാർ നന്നായിട്ട് ഈ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. കാരണം ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി എറണാകുളം ടൗൺ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എറണാകുളം പാട്ന സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പാട്ന എറണാകുളം, അതിപ്പോൾ വരും. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ പോകും, അതും ഓൺ ടൈമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ടയർ പാട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതിന്ന് ഓൺ ടൈമാണ്. എറണാകുളം വരെ ഉള്ളതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. പിന്നെ ആകെ 4 ജനറൽ ക്ലാസ് ഉണ്ട്, 4 എണ്ണം. ബാക്കിയൊക്കെ AC ആണ്. AC അല്ല, സ്ലീപ്പറാണ് കൂടുതലെന്ന് തോന്നുന്നു. സ്ലീപ്പർ നല്ല തിരക്കുള്ള വണ്ടിയാണ്, ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും കേട്ടോ, എറണാകുളം ടൗണിൽ നിന്ന് നമ്മുടെ മെമ്മു. അപ്പോൾ ഇത് നമ്മുടെ പൂനെ എക്സ്പ്രസ് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഈ വണ്ടി പാലക്കാട് എത്തണ വരെ ലേറ്റ് ആവില്ല എന്ന് വിചാരിക്കുന്നു. അഥവാ ഈ പൂനെ എക്സ്പ്രസ്സിന് ഓൺ ടൈം ആണെങ്കിൽ ഈ പാലക്കാട് മെമ്മു സാധാരണ വൈകും പാലക്കാട് എത്തുമ്പോൾ, അതാണ് കുഴപ്പം. പക്ഷെ ഇന്ന് എന്തായാലും നേരത്തെ എത്തും പാലക്കാടിൽ നിന്ന്. നമ്മൾ ചാലക്കുടി വരെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ചെറിയൊരു മഴയുണ്ട് കേട്ടോ. വണ്ടി നല്ല സ്പീഡിലാണ്. അപ്പോൾ നമ്മൾ എറണാകുളം ടൗൺ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഏറ്റവും ബാക്കിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഫ്രണ്ടിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം ഫുള്ളായിട്ടുണ്ടാവും. ഇനി ബാക്കിൽ ഇപ്പോൾ ആൾക്കാർ ഇനിയുള്ള സ്റ്റേഷനൊക്കെ വരുമ്പോൾ ആൾക്കാർ കയറും വണ്ടിയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, എടപ്പള്ളി. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അധികം കുത്തി നിറച്ച ആൾക്കാരില്ലാത്ത, അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടായേനെ.
അപ്പോൾ അടുത്തത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് കളമശ്ശേരി. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട് മെമ്മു ആയതുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഞാൻ എറണാകുളം ആലപ്പുഴയിൽ പോയപ്പോൾ ഈ റേക്ക് വെച്ചിട്ടാണ് ഇവർ ആലപ്പുഴ എന്താ പറയുക ആലപ്പുഴയിലോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെ മാറി മാറിയാണ് ഈ റേക്ക് പോയി. ഇപ്പോൾ ഫ്രണ്ട്സ്, ഈ മെമ്മു സർവീസ് എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നൊരു സർവീസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് എല്ലാ ദിവസവും പോയി വരാൻ പറ്റുന്ന ഒരു സർവീസാണ് മെമു സർവീസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മുടെ ആലപ്പുഴ ഭാഗത്ത്, ആലപ്പുഴ, കൊല്ലം, നമ്മുടെ കോട്ടയം ഭാഗത്തോട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെമു സർവീസ് ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ആകെ 2 മെമു ഉള്ളൂ. നമ്മുടെ എറണാകുളം പാലക്കാടും പിന്നെ എറണാകുളം ഷൊർണൂരും. പിന്നെ ഉള്ളത് 2-3 പാസഞ്ചർ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും മെമു സർവീസും ഈ തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാര്യം സാധാരണക്കാർക്ക് എന്നും എന്താ പറയുക ഈ ട്രെയിൻ തന്നെയാണ് ഉപകാരം. അപ്പോൾ ഈ വണ്ടിയുടെ മിനിമം രൂപ 10 രൂപയും മാക്സിമം പ്രൈസ് 35 രൂപയുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആലുവ എത്തിക്കൊണ്ടിരിക്കട്ടെ, ആലുവ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആലുവ ഓൺ ടൈം ഉണ്ട്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ നിൽക്കാൻ കാണാം. നമ്മുടെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വരും കുറച്ച് കഴിയുമ്പോൾ. അതിൻ്റെ പുറകെ ഏറനാട് എക്സ്പ്രസ് വരും. പിന്നെ അതിൻ്റെ പുറകെ നമ്മുടെ വേനാട് എക്സ്പ്രസ് വരും. ഇത്രയും വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ ആലുവ എത്തിയിരിക്കാം, ആലുവ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഈ വണ്ടി ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉള്ള ഒരു മെമു സർവീസാണ്. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 06798 ഇതാണ് ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എറണാകുളത്ത് നിന്ന് പാലക്കാട് എറണാകുളം അങ്ങനെ. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഇത് 2:45 പുറപ്പെട്ട് ഒരു 6 മണി 6:30 റേഞ്ചിൽ ഇത് പാലക്കാട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. സാധാരണ ഇവിടെ അങ്കമാലി എത്തുമ്പോഴാണ് സാധാരണ നമ്മുടെ ഏറനാട് എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്ത് പോകാറുള്ളത്. ഇന്ന് ഏറനാട് എക്സ്പ്രസ് ലേറ്റാണ്. അപ്പോൾ നമ്മൾ അങ്കമാലി സ്റ്റേഷൻ എത്തി. അടുത്തത് കറുകുറ്റി. ഇനി 4 സ്റ്റേഷൻ കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാലക്കുടി എത്തിയിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പൂനെ എക്സ്പ്രസ് ഇപ്പോഴും ലേറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പൂനെ എക്സ്പ്രസ് ഇനി 4:45 ആവും തോന്നുന്നു ചാലക്കുടി എത്തുമ്പോൾ. നല്ല ലേറ്റാണ് വണ്ടി. എന്താണ് ലേറ്റെന്ന് അറിയില്ല. ആ വണ്ടി മിക്ക ദിവസവും ലേറ്റ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കൊരട്ടി എത്തിയിരിക്കുക കേട്ടോ. കൊരട്ടി ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കയറും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് അത്ര ആൾക്കാരില്ലാത്ത. ട്രെയിനിൽ ആൾക്കാർ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഞാൻ ബാക്കിലാണ് കയറിയത്, അപ്പോൾ അതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാ പോകുന്നു ഏറനാട് എക്സ്പ്രസ്. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് കേട്ടോ. നല്ല തിരക്കാണ് ആ വണ്ടിയിൽ. ഈ ഏറനാട് എക്സ്പ്രസ്സും പിന്നെ നമ്മുടെ പരശുരാം എക്സ്പ്രസ്സും രണ്ടും ഡിമാൻഡുള്ള ട്രെയിനാണ്. നമ്മുടെ വണ്ടി കൊരട്ടി എത്തി 1 മിനിറ്റ് നിർത്തി. അടുത്ത മിനിറ്റിൽ തന്നെ വണ്ടി എടുത്തിട്ടാണ്. ഇനി അടുത്തത് ഡിവൈൻ നഗർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡിവൈൻ നഗർ എത്തിയിരിക്കട്ടെ. ഡിവൈൻ നഗർ ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ പാസഞ്ചർ ട്രെയിനും മെമു ട്രെയിൻസിനും മാത്രമേ സ്റ്റോപ്പുള്ളൂ. ആകെ എറണാകുളം ഗുരുവായൂർ, പിന്നെ ഗുരുവായൂർ എറണാകുളം, പിന്നെ അത് ഈ മെമ്മുക്ക്, പിന്നെ നമ്മുടെ ഷൊർണൂർ മെമ്മു, പിന്നെ എനിക്കൊന്നൊരു നേത്രവതി എക്സ്പ്രസ് ഉണ്ടല്ലോ, മുംബൈ LTT, മുംബൈയിലോട്ട് പോകുന്ന വണ്ടി. ആ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഡിവൈൻ നഗറിൽ നിന്ന് വിട്ടുവിട്ടാ. ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്നാൽ നമ്മുടെ ഈ തിങ്കൾ മുതൽ ശനി വരെയുള്ള തിരക്കൊന്നുമില്ല.
കുത്തി നിറച്ചൊന്നും ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡിവൈൻ നഗർ കഴിഞ്ഞു, അടുത്ത ചാലക്കുടി. അപ്പോൾ ഫ്രണ്ട്സ് കൃത്യം 3:55 3:54 വണ്ടി വന്നു. 3:55 വണ്ടി എടുത്തുകൊണ്ട് പോയി ചാലക്കുടിയിൽ നിന്ന്. അപ്പോൾ നമ്മളിനി നേരെ ബസ് സ്റ്റോപ്പിൽ പോവാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പുറകെ പൂനെ എക്സ്പ്രസ്സൊക്കെ വരും കേട്ടോ. ഇന്ന് ഏറനാട് എക്സ്പ്രസ് ലേറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറകെ വന്ന നമ്മുടെ വേനാട് എക്സ്പ്രസ് ഉണ്ടല്ലോ, വേനാട് എക്സ്പ്രസ് ഇന്ന് ലേറ്റാണ്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വരും വേനാട് എക്സ്പ്രസ്, ഇപ്പോൾ വരും. എനിക്ക് 4:15 വേനാട് എക്സ്പ്രസ് വരിക. അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് പോകുന്നു, നേരെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വേനാട് എക്സ്പ്രസ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വണ്ടിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇനിയുള്ളത് പിന്നെ 6:15 എന്തോ കോട്ടയം എക്സ്പ്രസ്. ഇപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ സ്റ്റേഷൻ്റെ പുറത്ത് ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ 2-3 ബസ് പോയിട്ടാ, ഇപ്പുറത്ത് കൂടി ഒരു ബസ് പോലും പോയില്ല, എന്താണാവും. അപ്പോൾ സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ സ്റ്റേഷൻ എന്താ പറയുക, പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ബസ് കാത്തിരിക്കുകയാണ്. ബസ്സിന് എപ്പോൾ വരുമോ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് ഉണ്ടാവുമെന്ന് സംശയമാണ്. കിട്ടുമായിരിക്കും, ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് ബസ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വേനാട് എക്സ്പ്രസ് വന്ന്, ഇനി നമ്മുടെ ബസ് എപ്പോഴാവോ വരിക. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഒരു ബസ് കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബസ് കിട്ടി, ചാലക്കുടി ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ നാട്ടിലോട്ടുള്ള ബസ് ഇങ്ങനെ പോയത്. ഇനി അടുത്ത ബസ് ഇനി എപ്പോഴാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഒരു 4:45 വണ്ടി ഉണ്ട്. ഇനിയിപ്പോൾ ഞായറാഴ്ച കൊണ്ട് വണ്ടി ഉണ്ടാവുമോ എന്ന് അറിയില്ല. എൻ്റെ നാടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച സമയത്ത് ബസ് കുറവാണ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ് അങ്ങനെ ബസ് കിട്ടിയിട്ടാ. മറ്റേ 4:50 ആയപ്പോൾ എൻ്റെ നാട്ടിലോട്ടുള്ള ബസ് കിട്ടി. എൻ്റെ നാടിൻ്റെ സ്ഥലത്തിൻ്റെ പേര് കനകമല എന്നാട്ടോ, കനകമല. എൻ്റെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഇവിടെ റോഡ് നിറച്ച് കുഴിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പിടിച്ച് ബസ്സൊക്കെ കുലുങ്ങിയുള്ള ഒരവസ്ഥയിലാണ് ബസ് പോകുന്നത്. കഷ്ടിച്ച് ഒരു 2 ബസ്സിന് പോകാൻ പറ്റും. സൈഡ് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ബസ്സിനും കൂടിയും പോവാം. എനിക്ക് തോന്നുന്നു ഇനി ഒരു ബസ്സും കൂടി വരാനുണ്ട് കനകമലയിൽ നിന്ന്. ഇപ്പോൾ വരും ആ ബസ്. ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് ശരിയാക്കിക്കൂടെ ഇവിടുത്തെ അധികാരികൾക്ക്? അതൊന്നും ചെയ്യില്ല. വോട്ട് ചോദിക്കാൻ എല്ലാവരും ആ സമയത്ത് വരും. ഇപ്പോൾ ഫ്രണ്ട്സ് ആ ബസ് തന്നെ ഉണ്ടാകും. ആ ബസ് വരുന്നതുകൊണ്ട് നമ്മുടെ ഈ ബസ് ഒതുക്കിയിടണം. അത്ര കഷ്ടിച്ചാണ് ഈ റോഡും. അത് പോട്ടെ, റോഡ് ചെറുതാണെങ്കിൽ പോട്ടെ, റോഡൊന്ന് കുഴിയൊക്കെ ഒന്ന് മാറ്റി പുതിയ റോഡൊക്കെ പണിതെങ്കിൽ ആൾക്കാരൊക്കെ ഒരു ഉപകാരമല്ലേ. അപ്പോൾ ആ വണ്ടി അവിടെ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നത്. ആ വണ്ടി പോയി നമ്മുടെ വണ്ടി നേരെ കനകമല ഭാഗത്തോട്ട് പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കനകമല JTC എത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടാണ്. 1.25 മണിക്കൂർ എടുത്തു. വെറും അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 1.25 മണിക്കൂർ എടുക്കുകയെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്, 2 പിന്നെ ഞാൻ ആ ബസ്സിൻ്റെ ടൈം അനുസരിച്ചല്ല വന്നത്. അതും ഒരു കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് എന്താ പറയുക ഇത്രയും മണിക്കൂർ എടുത്തത്. കാരണം ഞാൻ 4 മണിക്ക് ചാലക്കുടി എത്തി. ഇപ്പം 5:15 ഇതേ ഇപ്പോൾ കഴിയും. 5:15 5:30 ആ ഭാഗത്തായി, 5:30 ആവാറായി. അപ്പോൾ ഇനി കുറച്ചും കൂടി പോയാൽ ഈ വീടിൻ്റെ അപ്പുറത്തൊരു റോഡുണ്ട്, ആ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ എറണാകുളം പാലക്കാട് പാസഞ്ചർ
ട്രെയിനിൻ്റെ വിവരങ്ങളും ട്രെയിനിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കൂടുതലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ തന്നെ വരെ ബൈ.